ലൈംഗിക പീഡന കേസിൽ മുകേഷ് എം.എൽ.എയുടെ മുൻകൂർ ജാമ്യത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകേണ്ടെന്ന് സംസ്ഥാന സർക്കാർ. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ കത്ത് പ്രോസിക്യൂഷൻ മടക്കും. അതിനിടെ നടന്മാർക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസുകളുടെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരുന്നുണ്ട്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഈ ജാമ്യം നൽകിയ വിചാരണ കോടതിയുടെ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകേണ്ട എന്ന് തീരുമാനിച്ചത് എപ്പോഴാണ് സർക്കാർ? എന്താണ് അതിനുള്ളിലെ യുക്തി? മൂന്ന് കാര്യങ്ങളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറയാനുള്ളത്. ഒന്നാമത്തേത്, മുകേഷ് എം.എൽ.എയുടെ ജാമ്യത്തിനെതിരെ അപ്പീൽ നൽകണ്ട എന്നിപ്പോൾ സർക്കാർ തീരുമാനം എടുത്തിരിക്കുന്നു. നേരത്തെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് സ്കേൻ, അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘം മുകേഷ് എം.എൽ.എയുടെ ജാമ്യത്തിനെതിരെ ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നു. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന് ഒരു കത്ത് നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യം. കാരണം ഈ കേസിന്റെ മെറിറ്റിലേക്ക് കടന്ന് വിചാരണ കോടതി ഈ കേസിൽ മുൻകൂർ ജാമ്യ ഉത്തരവ് പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. ജഡ്ജിന്റെ ആ ഉത്തരവിനെതിരെ വലിയ വിമർശനം ആ ഘട്ടത്തിൽ നിയമജ്ഞരുടെ ഭാഗത്തുനിന്നും ഉയരുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലായിരുന്നു തീരുമാനം. പക്ഷേ ഇപ്പോൾ സർക്കാർ പറയുന്നത് ഇതിന് അപ്പീൽ നൽകുന്നതിനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളതാണ്. അതിനാൽ ഈ കത്ത് മടക്കം, അന്വേഷണ സംഘത്തിന്റെ കത്ത് മടക്കം, അതായത് മുൻകൂർ ജാമ്യം തുടരും മുകേഷ് എം.എൽ.എയുടെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ആ കേസ് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. രണ്ടാമത്തെ കാര്യം, മറ്റൊരു കാര്യം, ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും കോടതിയെ കൈമാറുന്ന കാര്യം പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ അത് കൈമാറിയിട്ടുണ്ട്, കോടതി കൈമാറും എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കേസ്, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനുള്ളിൽ എന്താണ്, അതിന്മേൽ എന്തൊക്കെ തുടർ നടപടികൾ ഉണ്ടാകും, ഇതായിരുന്നു ഈ പൊതുസമൂഹത്തിന്റെ മുഴുവൻ ചോദ്യം. അതിലെ കാര്യങ്ങൾ സത്യസന്ധമായി പുറത്തു വരുമോ, നടപടി ഉണ്ടാകുമോ, ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു സംസ്ഥാന സർക്കാർ ആ കേസുമായി ബന്ധപ്പെട്ട്, ആ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും രേഖകളും സഹിതം ഹൈക്കോടതിക്ക് ആ റിപ്പോർട്ട് കൈമാറാൻ പോകുന്നു. നിലവിൽ ഇപ്പോൾ അത് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ ഓഫീസിൽ ആ റിപ്പോർട്ട് എത്തിക്കഴിഞ്ഞു. നാളെയാണ് കേസ് പരിഗണിക്കുന്നത്. അത് മുദ്രവച്ച കവറിൽ ഹൈക്കോടതിക്ക് കൈമാറും. ഹൈക്കോടതി അതിനുശേഷം ഒരു അമിക്കസ് ക്യൂറിയെ നിയോഗിക്കും എന്ന് കേൾക്കുന്നുണ്ട്. പുതിയ ബെഞ്ചാണ് ജസ്റ്റിസ് A.K. ജയശങ്കരൻ നമ്പ്യാരുടെയും CS ഉദയുടെയും അധ്യക്ഷതയിലുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അവരായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിക്കാം എസ്കേൻ, നേരത്തെ ഈ റിപ്പോർട്ടൊക്കെ 4-4.5 വർഷം പൂഴ്ത്തിവെച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ല. കോടതിയുടെ മേൽനോട്ടത്തിൽ ഇനി മുന്നോട്ട് പോക്കുണ്ടാകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.